Please like and subscribe. അപ്പൊ ഇന്ന് വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസ്റ്ററിന്റെ തലേ ദിവസമാണ്. ഇന്ന് ഈസ്റ്ററിന്റെ തലേ ദിവസത്തെ കുറച്ച് പരിപാടികൾ, അതായത് കുക്കിംഗ്, വീട്ടിൽ എന്തൊക്കെയാണ് ഈസ്റ്ററിന് എന്തൊക്കെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. ഇതിൽ നമ്മൾ കുക്കിങ്ങും പരിപാടിയൊന്നും ഇല്ല, വീട്ടിൽ ഉണ്ടാക്കുന്ന പരിപാടികൾ, അമ്മയും ഡാഡിയൊക്കെ ഉണ്ടാക്കുന്ന സാധാ സാധനങ്ങളും പരിപാടികളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പൊ ഇന്ന് ഫസ്റ്റ് നമ്മൾ ഡെയിലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്നൊരു റുട്ടീനാണ് ഈ സൈക്കിൾ ഓടിക്കൽ. ഈ സൈക്കിൾ ഓടിക്കുന്ന വേറെ റൂട്ടിലേക്കൊന്നും പോകാനുള്ള സമയമില്ലാത്ത കാരണം നമ്മുടെ വീടിന് ചുറ്റും തന്നെ പറമ്പിൽ, ഇപ്പൊ വീടിന്റെ ചെറിയൊരു പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് നോക്കാം. ഈ പറമ്പിൽ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഭയങ്കര ഇതൊരു എക്സസൈസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. എന്താ, ഈ ഭയങ്കര മണ്ണ് കൂടുതൽ. അപ്പൊ നമുക്ക് ഈ സൈക്കിൾ വെച്ചിട്ട് ഓടിക്കാൻ കുറച്ച്, മണ്ണിൽ കൂടെ ഓടിക്കാൻ കുറച്ച് പണിയാണ്. അപ്പൊ ഇതൊരു എക്സസൈസിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോ എല്ലാ ദിവസവും നാട്ടിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും എക്സസൈസിന്റെ ഭാഗമായിട്ട് ഈ സൈക്കിള് ഈ പറമ്പിൽ കൂടെ ഒന്ന് ചവിട്ടാറുണ്ട്. ഞങ്ങള് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡാണ്, ഞങ്ങളുടെ തോടാണിത്. ഇപ്പൊ വെള്ളം ഉണ്ടാവില്ല, പക്ഷെ വീടിന്റെ ബാക്കിലുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും കാണുമ്പോൾ ഒരു എക്കോ ടൂറിസം ഫീലൊക്കെ ഇല്ലേ, ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഇല്ലേ ഈ കാടും ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ ഒരു പണ്ടൊരു പ്ലാൻ, കോവിഡ് സമയത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു ഇതിന്റെ മുകളിലൊരു ട്രീ ഹൗസ് ഉണ്ടാക്കാനൊക്കെ. അപ്പോഴേക്കും പ്ലാനൊക്കെ ചെയ്ത് വരച്ചു വരുമ്പോഴേക്കും കോവിഡ് കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ തറവാട് കേട്ടാ. ഇതൊരു 1960 അങ്ങോട്ട് പണിതുള്ള വീടാണ്. ഇതിന്റെ ബാക്ക് സൈഡാണ്. ഇതാണ് ഞങ്ങളുടെ തറവാട്. പിന്നെ അവിടെ എൻ്റെ ഒരു പേപ്പന്റെ വീടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു കൂട്ടുകുടുംബ സെറ്റപ്പ്, കൂട്ടുകുടുംബല്ല, കൂട്ടുവീട് സെറ്റപ്പ്. എല്ലാവരും ഏകദേശം ഒരേ കോമ്പൗണ്ടിലാണ് എല്ലാവരും താമസിക്കണേ. ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണ്. ഈ ഒരു പറമ്പിൽ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് 2-3 ആഴ്ചയായിട്ട് എക്സസൈസ് ആയിട്ട് സൈക്കിൾ ഓടിക്കണം. ഒരു അടിപൊളി എക്സസൈസ് ആണ്. നമ്മൾ വെറുതെ പുറത്ത് പോയിട്ടൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഈ പറമ്പിൽ ഒരു 2 റൗണ്ട് ഓടിച്ചാൽ തന്നെ ആവശ്യത്തിനുള്ള എക്സസൈസ് കിട്ടും. ഈസ്റ്ററിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തുടങ്ങുന്നത് തന്നെ ബ്രാലിനെ വൃത്തിയാക്കിയിട്ടാണ്. ബ്രാല് 2-3 ബ്രാല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബ്രാൽ ഫിഷിനെ നമുക്ക് നൈസായിട്ട് കൊന്നിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഈസ്റ്ററിന്റെ പരിപാടികൾ. ഓക്കെ, ബ്രാലിനെ കൊല്ലണ സിമ്പിൾ മെത്തേഡാണ്. നമ്മള് ഈസ്റ്ററിന്, ഞാനല്ല, അമ്മ കാലത്ത് തന്നെ ഈസ്റ്ററിന്റെ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നമ്മളിത് ഇതാ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല പോർക്ക്, നെയ്യലുവ പോലെയുള്ള കഷ്ണങ്ങളുള്ള പോർക്ക്, അതിൽ മസാലയൊക്കെ പരത്തി ഇങ്ങനെ വാരാൻ വെച്ചിട്ടുണ്ട്. നല്ല പോർക്കിൻ്റെ നോക്കിയൊക്കെ ആ പീസ് നോക്കിയൊക്കെ നല്ല അടിപൊളി അലുവ കഷ്ണം പോലില്ലേ പോർക്കിൻ്റെ പീസ്. എനിക്ക് ആദ്യം പോർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഒടുക്കത്തെ ഇഷ്ടമാണ് ഇപ്പോൾ. ബീഫ് നല്ല അടിപൊളി ബീഫ്. ഇത് കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ നല്ല കഷ്ണങ്ങൾ എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ, കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലില്ലാത്ത, നല്ല നെയ്യില്ലാത്ത വെറും കഷ്ണങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് വേണം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. എന്താ കട്ട്ലേറ്റ് അത് കീമയാക്കി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് അതെല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഷേപ്പ് ചെയ്യണ പരിപാടിയാണ്. ഇതൊരു കൂട്ടുകലാപരിപാടിയാണ്. എല്ലാ ഈസ്റ്ററിനും ക്രിസ്മസിനും നമ്മുടെ വീട്ടിൽ നടക്കുന്ന പരിപാടിയാണ്. അടിപൊളി സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മുടെ കട്ട്ലേറ്റ്. ഇത് പോർക്ക്, നേരത്തെ പോർക്ക് നല്ല ഇത് കഴിഞ്ഞ പോർക്ക് മിക്സ് ചെയ്തതും അതൊക്കെ ഉള്ള മസാലയാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ നല്ല അടിപൊളി പോർക്കും അല്ല ഇത് ബീഫും കായും ഇട്ടിട്ട് ഇനി ഇത് അതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കും. നല്ല അടിപൊളി പോർക്കും അല്ല ബീഫും കായും, പിന്നെ പോർക്ക്, പിന്നെ അവിടെ എന്താ മീൻ കൂട്ടാൻ, ബ്രാല് കറി, നല്ല ബ്രാലിൻ്റെ നല്ല കഷ്ണമൊക്കെ ഇട്ട് നമ്മൾ വറക്കാൻ വയ്ക്കും. പിന്നെ ഇതാ മെയിൻ പരിപാടി ഈസ്റ്ററിൻ്റെ. ഇത്രയ്ക്ക് ഐസ് നോയമ്പ് കൂടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടി നോയമ്പായിരുന്നല്ലോ. അപ്പോൾ ചെറിയ ചിൽഡ് ബീർ എടുത്തിട്ട് നമ്മൾ ഗ്ലാസ്സിൽ ചെയ്യുന്ന
ചെരിച്ചിങ്ങനെ നല്ല നൈസായിട്ട് ഒഴിക്കുക. ചെരിച്ചൊഴിക്കണമെന്നൊന്നുമില്ല, എന്നാലും അതിൻ്റെ ഒരു ഫീല് വേറെ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ ടച്ചിങ്സ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ കറികളൊക്കെ ഇല്ലേ, അതെല്ലാം കൂടിയിട്ട് നമുക്ക് എടുക്കാം. ആദ്യം കുറച്ച് ബ്രാലി കറി, നല്ലൊരു വാലി കഷ്ണം എടുത്ത് നല്ല അടിപൊളി ചാറൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ബ്രാലി കറി എടുക്കാം. കുറച്ച് ബീഫും കായി, അടിപൊളി ബീഫും കായി അത് കുറച്ചിട്ട് കുറച്ച് ബീഫും കായി ഇട്ട് പിന്നെ ബാക്കി കുറച്ച് പോർക്കിൻ്റെ വെള്ളയും നെയ്യൊക്കെ ഉള്ള പോർക്കും ഇട്ട് കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കുക. ഒരു ഫീലാണ്. മീൻ കൂട്ടാനും പോർക്കും ബീഫും ഒരു ചെറിയ ഗ്ലാസ് ബിയറും, തണുത്ത ബിയറും. പിന്നെ എന്ത് വേണം അളിയ എന്ന് പറയില്ലേ. ഇതാണ് നമ്മുടെ സ്ഥിരം സ്പോട്ട്. അലക്കുകല്ലിൻ്റെ മുകളിൽ ബാക്കിൽ ഇങ്ങനെ വന്നിരുന്ന്, പക്ഷെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അളിയന്മാരാരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ആരുമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നൊരു ബിയറും ഇപ്പോൾ ടച്ചിങ്സും ആ ബാക്കിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസ് എങ്ങനെയുണ്ട്, വീടിൻ്റെ ബാക്കിലുള്ള ആംബിയൻസ് അടിപൊളിയല്ലേ. ആദ്യം ഒരു ബീഫിൻ്റെ കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ്. ഒരു പോർക്കിൻ്റെ ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി, അടിപൊളി. വാവ്, ഒരു പ്രത്യേക രസമല്ലേ കഴിക്കണമെന്ന് പറഞ്ഞാൽ. ഇത് ആ ഒരു എന്താ പറയുക, ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കില്ലേ ഭക്ഷണം അതിന് മുന്നിൽ ഇത് ഈ കറി പ്ലേറ്റിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ നേരിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഫീൽ വേറെ. അതെന്താ പറയുക, അതൊരു ഇതിന് മൂന്നും എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഏതിൻ്റെ ടേസ്റ്റാണ് കറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ട്, മറ്റേ കായയുടെ ടേസ്റ്റ് ഉണ്ട്, പോർക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്, വരാലി കറിയുടെ ടേസ്റ്റ് ഉണ്ട്. അതെല്ലാം കൂടി അഴിച്ച് സന്തോഷം എൻ്റെ മുഖത്ത് തന്നെ കാണാല്ലേ, സന്തോഷം കാണാല്ലേ, അൾട്രാ ഹാപ്പിനെസ്. ആ ബീർ കഴിക്കുമ്പോഴുള്ളത്, ബീർ കൂടി 3 കൂടി കഴിച്ച് എൻജോയ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇത് കഴിക്കുന്നൊരു വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഈസ്റ്റർ.